റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ കേരളം, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ നിന്ന് ഡൽഹിയിലെത്തിയ NCC കേഡറ്റുകൾക്ക് വിരുന്നൊരുക്കി കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഔദ്യോഗിക വസതിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും വനിതാ ക്രിക്കറ്റ് താരം മിന്നു മണിയും ഭാഗമായി മൻ കി ബാത്ത് ആസ്പദമാക്കി നടത്തിയ ക്വിസ് മത്സരത്തിൽ വിജയികളായ വിദ്യാർത്ഥികളും വിരുന്നിൽ പങ്കെടുത്തിരുന്നു. കേന്ദ്രമന്ത്രി വി മുരളീധരനും ഭാര്യ ഡോക്ടർ ജയശ്രീയും ചേർന്നാണ് വിദ്യാർത്ഥികളെ ഔദ്യോഗിക വസതിയിലേക്ക് ക്ഷണിച്ചത്. ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും വനിതാ ക്രിക്കറ്റ് താരം മിന്നു മണിയും വിദ്യാർത്ഥികളുമായി സംവദിച്ചു. Next 25 years, India's demographic dividend, more young people are here in our country in comparison to other part of the world. More talented people are here in our country. More young people will be here. More talented people will be here. That means the entire globe is looking towards us. And NSS, NCC and youngsters like you are the torch bearer of the future. I am very much thankful to Muralidharan ji for organizing this youth interaction program with you. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന തലമുറയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും വേഗത്തിൽ അവർക്ക് റിസൾട്ട് വേണം. ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കാതിരിക്കുക. കാരണം ഗ്രേറ്റ് തിങ്സ് വിൽ ടേക്ക് ടൈം. അതിഥികളായി എത്തിയ കേഡറ്റ്സിനും മറ്റ് വിദ്യാർത്ഥികൾക്കും കേന്ദ്രമന്ത്രി വി മുരളീധരൻ സമ്മാനങ്ങൾ നൽകിയാണ് മടക്കിയത്. ഈ റിപ്പബ്ലിക് ദിന ക്യാമ്പിൽ പങ്കെടുക്കാൻ, റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ, പ്രൈം മിനിസ്റ്റർ റാലിയിൽ പങ്കെടുക്കാൻ ഇതിനൊക്കെ ലഭിച്ച അവസരം പ്രയോജനപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഇന്നിവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് 140-ലധികം വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ ഒത്തുകൂടിയത്. ജനം, ഡൽഹി.